നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ സിദ്ദിഖിന്റെ വാർത്തയിലേക്ക് തന്നെ പോവാം. ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാണ് സൂചന. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷമാണ് തുടർ നടപടി ഉണ്ടാവുക. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇടക്കാല ജാമ്യം, ഇടക്കാല ആശ്വാസമാണ് സിദ്ദിഖിന് ഇന്നലെ ഉണ്ടായത് സുപ്രീം കോടതിയിൽ നിന്നും. ഇനി സിദ്ദിഖിന്റെ നടപടികൾ, സിദ്ദിഖിന് മുന്നോട്ടുള്ള പോക്ക്, അത് എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് അതിലൊരു അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യ സ്വഭാവം നൽകിക്കൊണ്ട് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുന്നു. ഇതിൽ ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് നോട്ടീസ് ലഭിക്കാതെ തന്നെ നേരിട്ട് എത്തുമോ എന്നതാണ്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അഭിഭാഷകരുമായി ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കാരണം ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് നോട്ടീസ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം, അതിനുവേണ്ടി കാത്തിരിക്കണോ എന്നത് സംബന്ധിച്ച് അഭിഭാഷകർ തമ്മിൽ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു 2-3 ദിവസം ഒരുപക്ഷെ ഒരു നോട്ടീസ് കിട്ടുക, അതെവിടേക്കാണ്? സ്വാഭാവികമായും തിരുവനന്തപുരത്താണ് കേസ് നടക്കുന്നത്. അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ആണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് സ്വാഭാവികമായും എത്തേണ്ടത്. അത് ഏത് ദിവസം എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. അതിന് നോട്ടീസ് നൽകുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന സംബന്ധിയായ അത്തരം കാര്യങ്ങളിൽ കൂടിയാലോചനകളുണ്ട് എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായി സിദ്ദിഖിൻ്റെ അഭിഭാഷകർ പറഞ്ഞിട്ടില്ല. അന്വേഷണ സംഘത്തിലേക്ക് ഒട്ടും വൈകാതെ എത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും അവർക്കിടയിൽ ഈ നോട്ടീസ് ലഭിക്കുന്ന സ്വാഭാവികമായി നോട്ടീസ് നൽകി അവർക്ക് വിളിച്ചു വരുത്താമെന്നതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ആ നോട്ടീസിന് വേണ്ടി കാത്തിരിക്കണോ എന്നത് മാത്രമാണ് അവർക്കിടയിലുള്ളൊരു ചർച്ച. എന്തായാലും സിദ്ദിഖ് വൈകാതെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തും. ഇന്നലെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. വൈകാതെ എത്തുമെന്നത് ഇന്നലെ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന രീതിയിൽ തന്നെയും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് തിരുവനന്തപുരത്ത് കൊച്ചിയിലും എത്തിയേക്കാമെന്നൊരു വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതിലൊരു വ്യക്തതയിലേക്ക് വന്നത്. തിരുവനന്തപുരത്ത് തന്നെയാവും സിദ്ദിഖ് ഹാജരാകുക എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അത് എന്നത് സംബന്ധിച്ച് വൈകാതെ അതിലൊരു വ്യക്തതയിലേക്ക് കടന്നേക്കും. നോട്ടീസ് ലഭിച്ചതിന് ശേഷമാണോ എത്തേണ്ടത്, അതോ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് ചെല്ലണമോ എന്നതാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടു. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉപാധികൾ നിശ്ചയിച്ചുകൊണ്ട് അത് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് അടക്കം തടഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ കേസിൽ വളരെ നിർണായകമായത് ഇതിൽ അപേക്ഷ നൽകാൻ, അതായത് പരാതി നൽകാൻ വൈകിയതടക്കമുള്ള കാരണങ്ങളെ അടിവരയിട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇതിൽ വ്യക്തമായ ചോദ്യം സർക്കാരിനോടടക്കം ചോദിക്കുകയും ചെയ്തത്. അതിലും അതിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി തീരുമാനമെടുത്തത്. ഇനി തുടർ നടപടികൾക്കായി സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തും.